തലശ്ശേരി അതിരൂപത ഈ വർഷത്തെ പുതുഞായർ തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിച്ച കൊളക്കാട് കുരിശുമലയിൽ വലിയ നോമ്പിലെ വെള്ളിയാഴ്ചകളിൽ നടത്തപ്പെടുന്ന കുരിശിന്റെ വഴിക്ക് തുടക്കമായി. നിരവധി പ്രദേശങ്ങളിൽ നിന്നും നാനാജാതി മതസ്ഥരായ ആളുകളും കുരിശിന്റെ വഴിയിൽ പങ്കാളികളായി. വെള്ളിയാഴ്ച ഉച്ചതിരിഞ്ഞ് 3:30 കൊളക്കാട് സെന്റ് തോമസ് തീർത്ഥാടന ദേവാലയത്തിൽ നിന്ന് ആരംഭിച്ച കുരിശിന്റെ വഴിക്ക് നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു. തീർത്ഥാടനം നാനാജാതി മതസ്ഥരായ ആളുകളുടെ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. കുരിശുമല തീർത്ഥാടനത്തിൽ ഇടവക വികാരി ഫാദർ തോമസ് പട്ടാങ്കുളം ദിവ്യബലി അർപ്പിച്ച് സന്ദേശം നൽകി. തീർത്ഥാടന പരിപാടികൾക്ക് അസിസ്റ്റന്റ് വികാരി ജോസഫ് തകിടിയേൽ, ട്രസ്റ്റിമാർ, മറ്റ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി. കൊളക്കാട് കണിച്ചാർ പ്രദേശങ്ങളിൽ നിന്നും നാനാജാതി മതസ്ഥരായ ആളുകളും കുരിശിന്റെ വഴിയിൽ പങ്കെടുത്തിരുന്നു. ഈശോയുടെ പീഡാസഹനങ്ങളെക്കുറിച്ച് ധ്യാനിച്ചുകൊണ്ട് പ്രാർത്ഥനാപൂർവം ദൈവചനം കൊളക്കാട് പ്രദേശത്തും സമീപ പ്രദേശങ്ങളിൽ നിന്നൊക്കെയായിട്ട് ധാരാളം പേര് വന്ന് പങ്കെടുക്കുന്നു. നാനാജാതി മതസ്ഥരായ ആളുകളും ഈ കുരിശിൻ്റെ വഴിയിൽ പങ്കെടുക്കുന്നു എന്നുള്ളത് പ്രത്യേകതയാണ്. ഈ വർഷം അതിരൂപത തീർത്ഥാടനമായി ഈ കുരിശുമല തീർത്ഥാടനത്തെ പ്രഖ്യാപിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ കൂടുതൽ തീക്ഷ്ണതയോടെയും ഒരുക്കത്തോടും കൂടിയാണ് ഈ കുരിശുമല തീർത്ഥാടനം നടത്തുന്നത്. ഈ തീർത്ഥാടനത്തിൽ പങ്കെടുക്കുന്ന എല്ലാ ദൈവജനത്തിനും വിശുദ്ധ തോമാസ് ലീഹായുടെ പ്രത്യേകം മധ്യസ്ഥതയാൽ വിശുദ്ധ തോമാസ് ലീഹായുടെ തീർത്ഥാടന കേന്ദ്രമായി മാറിയിരിക്കുന്ന ഈ തീർത്ഥാടന ആലയം വഴി ധാരാളമായ ദൈവാനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, നന്മകൾ നേരുന്നു. എല്ലാ വെള്ളിയാഴ്ചകളിലും ഉച്ചതിരിഞ്ഞ് 3:30 കുരിശിന്റെ വഴിയും തുടർന്ന് കുർബാനയും ഉണ്ടായിരിക്കും. ന്യൂസ് ബ്യൂറോ, പേരാവൂർ.